Hi friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. തൈര് വടയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിൽ ഉഴുന്നെടുത്ത് സോക്ക് ചെയ്ത് വെച്ചതാണ്. തലേ ദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. പിന്നെ ഉഴുന്ന് സോക്ക് ചെയ്യുന്ന ടൈം എത്ര കൂടുതൽ ടൈം നമുക്ക് കിട്ടുന്നോ അത്ര കൂടുതൽ ടൈം സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ വടയും നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്ന് അല്പം നനവോട് കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നനവില്ലാതെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ വട ഒരു സോഫ്റ്റായി കിട്ടുകയില്ല. അപ്പോൾ നനവോട് കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉഴുന്ന് നല്ലപോലെ അരഞ്ഞൊന്ന് നോക്കാം. നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ വട നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ, നല്ല സ്മൂത്തായി കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉഴുന്നപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ വടയിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ്. ഇതേ വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൽ നിന്ന് തന്നെ 4 ചെറിയ പീസ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തതിന് ശേഷം 1/4 ഭാഗം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബാക്കി ഇതുപോലെ 4 പീസാക്കി മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാരറ്റ് കൂടാതെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് മീഡിയം സവാള എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ കുരുമുളക്, ഒരുപാട് പൗഡറാക്കി എടുക്കരുത്, ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത് 1.5 ടീസ്പൂൺ. 2 പച്ചമുളക് വളരെ നൈസായി കട്ട് ചെയ്തത്. വേപ്പില ആവശ്യത്തിന് ചെറുതായി കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് കായം പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക്, വേപ്പില. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. കായം പൗഡർ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എരിവ് പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം, കാരണം എങ്കിലാണ് നല്ലപോലെ മിക്സ് ആവുകയുള്ളൂ. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്ന പച്ചമുളകിന് അധികം എരിവില്ലാത്തത് കൊണ്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്ന പച്ചമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. റൈസ് പൗഡറാണ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. റൈസ് പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് വട നല്ല ക്രിസ്പിനെസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ കൂട്ടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ കളർഫുള്ളായിരിക്കും വട. നമുക്ക് അടിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. ഇനി മിക്സിങ് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് വട റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് നമുക്ക് വട റെഡിയാക്കാനും പറ്റും. അതുപോലെ പൊട്ടിപ്പോവുകയൊന്നുമില്ല. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാതെ തന്നെ നമുക്ക് വട
നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാതെയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്കായിട്ട് 3 പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട്. 170 ഗ്രാമിൻ്റെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് വട റെഡിയാക്കി എടുക്കാം. കടായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വട കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. അതിന് മുകളിലേക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം ഇതുപോലെ അടിഭാഗം ഇതുപോലെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നനഞ്ഞ തുണിയായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. ഡ്രൈ ആയ തുണി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വട നമുക്ക് ഇതുപോലെ വിട്ട് കിട്ടില്ല. അതുകൊണ്ട് നനച്ചെടുത്ത തുണി വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഞാൻ ഇതിനു മുൻപ് ഒരു ബ്രെഡ് വട ചെയ്തിരുന്നു. അതിലും ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചത്. വട ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കയ്യിൽ മാവായിട്ടൊന്നും വൃത്തിയായിട്ടൊന്നും ആവില്ല, നല്ല ക്ലീൻ ആയിരിക്കും. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ജസ്റ്റ് നനച്ചതിന് ശേഷം ഒരു ഉരുളയാക്കി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ 2 കൈയും മാവൊക്കെ പിടിച്ചാകെ വൃത്തിയിടാവും. ഇതാകുമ്പോൾ ഒരു കൈ മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണുള്ളൂ. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വട റെഡിയാക്കി എടുക്കാം. പിന്നെ വട മൊരിഞ്ഞെന്ന് അറിയാനായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത വടയാണിത്. ഇതിന് ഒരുപാട് ബബിൾസ് വരുന്നുണ്ട്. നല്ല കുക്കായിട്ടുള്ള വടയ്ക്ക് ഇതുപോലെ അധികം ബബിൾസ് വരില്ല. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. സമയത്ത് നമുക്കിത് മാറ്റിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് 4 എണ്ണം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇതിലേറ്റവും കുറവ് ബബിൾസ് വരുന്നതിനാണ്. അപ്പോൾ ഇത് കുക്കായി എന്നാണ്. അത് നമുക്ക് എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ ഉൾഭാഗം ഒട്ടും കുക്കായി കിട്ടില്ല, പുറം ഭാഗം മാത്രം നല്ല ബ്രൗൺ ആയിട്ട് വരും. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. വട ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ഓപ്ഷൻ കൂടാതെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. കൈ നനച്ചെടുത്തതിന് ശേഷം ഇതിലൊരു ഉരുളയാക്കി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷെ അതിനേക്കാളും ഷേപ്പിൽ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. നല്ല കറക്റ്റിലായിട്ട് നമുക്ക് നല്ല റൗണ്ടിലും കിട്ടുന്ന 4-5 വടക്ക് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന തുണി ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇതിൽ നിന്ന് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഉപയോഗിക്കാം. തൈര് വട റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വലിപ്പത്തിൽ ഷേപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് വെള്ളത്തിൽ അല്പം സമയം ഇട്ട് വെക്കും. അപ്പോൾ തന്നെ ഒരുപാട് വലിപ്പം വരും. പിന്നെ തൈരിലിട്ട് വെക്കുമ്പോൾ വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ടൈപ്പിൽ വലിപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വലിപ്പത്തിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. കണ്ടോ, നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള വടയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത വട ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. തിളച്ച വെള്ളം പാടില്ല കേട്ടോ. മീഡിയം ചൂടുവെള്ളത്തിലാണ് ഇതിലിട്ട് വെക്കേണ്ടത്. ഏകദേശം 15 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. വടയുടെ ചൂടാറിയതിന് ശേഷം വേണം ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ. 15 മിനിറ്റ് ഇത് സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാം. 3 പാക്കറ്റ് തൈരാണ് എടുത്തിരിക്കുന്നത്. 170 ഗ്രാമിൻ്റെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 4 പീസ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡോളം ഞാനിത് തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം.
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത വെള്ളം കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തപ്പോൾ വടയ്ക്ക് അല്പം കൂടെ വലുപ്പം വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്താൽ ഇതിലുള്ള ഓയിലെല്ലാം പോകും, വട നല്ല സോഫ്റ്റായും കിട്ടും. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കായം പൗഡർ ചേർത്ത് കൊടുക്കാം, അല്പം ചേർത്താൽ മതി. അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം മുളക് പൊടി മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ചേർക്കാം. 10 മിനിറ്റിന് ശേഷം വട തൈരിൽ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് നേരത്തെ എടുത്തു വെച്ചിരുന്നത് ഫ്രൈ ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ക്ഷീണിതയായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ തൈര് വട കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിരിക്കും. ഇതിൽ തൈര് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷീണം അകറ്റാൻ പറ്റും. അതാണ് തൈര് വട കഴിച്ചാലുള്ള ഗുണം. ഇങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള തൈര് വട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ക്യാരറ്റ് ഫ്ലവറും കൂടി ചേർന്നുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കഴിച്ചു വരുന്ന പിള്ളേർക്കും അതുപോലെ ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷം കിട്ടും.